ആരോട്? ആരോട്? ഞങ്ങൾക്കറിയില്ലല്ലോ ആരാ എന്താന്നൊന്നും. ഞമ്മക്കറിയില്ലല്ലോ ആരാന്ന്. ഞങ്ങൾക്കറിയില്ല. നിങ്ങളാരാ എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് കഷ്ടപ്പെട്ട് ഈ തോട്ടത്തെ ചണ്ടിയുടെ പകുതി മുക്കാലും മേലെ കയറ്റി. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു കാക്ക ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത്, ആരെങ്ങളോട് മീൻ പിടിക്കാൻ പറഞ്ഞു വെച്ച്. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ആ തോട്ടിൽ ഇറങ്ങുന്നതിന് മുൻപ് ഒരുപാട് പേരോട് ചോദിച്ചാണ് ഇത് ആരുടെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണോ അതോ മിച്ചഭൂമിയാണോ എന്നൊക്കെ. അപ്പോൾ കൂടുതൽ ആളുകളും പറഞ്ഞത് ഇത് മിച്ചഭൂമിയാണ്, നിങ്ങൾ പിടിച്ചോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാമ്പുകളുടെ ശല്യത്തിന്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ആരും ഇതിൽ ഇറങ്ങാൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. ഞാൻ മോളുണ്ട് പതുക്കെ നിസ്സാരം. ഏതാ കെട്ടണം. ഇപ്പൊ എന്താ വെച്ചാൽ ഈ അളക്കുള്ള മീനൊക്കെ വലയ ചെന്ന് മുട്ടും. കൂടുതല ഉണ്ടാക്കണം എന്നാലത് കാര്യം നടക്കും. ചൂട് അവിടെ തട്ടിയതാണ്. പെട്ടെന്നപ്പോ കേരളീയണ്ടാവും. ഒക്കെ ഈ ചണ്ടി പോയി. ഇവിടക്ക് നടുക്കൊക്കെ ഒന്നാമതായിട്ട് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അണലികളാണ്. സാധാരണ എല്ലാരും പറയും ഈ നനവുള്ളടത്ത് അണലി അങ്ങനെ വരില്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അണലിയാണ്. അത് മാത്രമല്ല ഈ ആൾക്കാർക്ക് കടിയേറ്റത് അണലിയുടെയാണ്. അണലിയുടെ കടിയേറ്റുണ്ടെങ്കിൽ എന്തായാലും അയാളുടെ മരണം ഏകദേശം ഉറപ്പാണ്. പിന്നെ രക്ഷപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതില് ഞങ്ങളുടെ നാട്ടുകാരല്ല സത്യത്തിൽ അധികം ഈ ഒരു ബുദ്ധിമുട്ടിൽ വന്ന് പെടല്. കാരണം ഈ ഇവിടെ ഒരുപാട് മീനുകൾ ഉള്ളതുകൊണ്ട് അതിനെ തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളടത്തുനിന്നൊക്കെ വരുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുമ്പോൾ വന്നിട്ട് തപ്പിപ്പിടിക്കാൻ നിൽക്കും. അപ്പൊ അങ്ങനെ പാമ്പ് കടി ഏറ്റിട്ടാണ് പല ആൾക്കാരും ഇവിടുന്ന് മരണപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ള പാമ്പുകളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്താനുള്ള ഒരു സാവകാശങ്ങളും കിട്ടും. അണലിക്ക് അങ്ങനെ ഇല്ല. നമുക്ക് സത്യത്തിൽ പേടിയാണ് ഇവിടുത്തെ ഒരവസ്ഥ. ഇവിടെ ഇങ്ങനെ ഈ സാധനം തന്നെ കയറ്റാം. രണ്ടാൾ താഴത്തുനിന്ന് ഒരാൾ വലിച്ചാൽ മതി. ഒരു ചെറിയ ചെറിയ കട്ടാക്കല്ലേ. നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് ഏറ്റവും മുമ്പിൽ നിന്നിട്ട് പുല്ല് വലിക്കുമ്പോൾ ഒരാൾ സൈഡിലുള്ള പുല്ല് അരുവാകത്തി കൊണ്ട് വെട്ടി താഴേക്ക് ഇടും. ഏറ്റവും ബാക്കിലാണ് സിദ്ധി നിൽക്കണത്. ഞാൻ നിൽക്കണ ഏകദേശം സെൻറ്ററിലാണ്. ഞാൻ ഈ പുല്ല് മൊത്തം ഇവിടുന്ന് വലിച്ചിട്ട് സിദ്ധിയുടെ അടുത്തേക്ക് അടുപ്പിച്ചു കൊടുക്കും. സിദ്ധി അവിടുന്ന് ഒക്കെ കൂടെ മേലേക്ക് കയറ്റാണ് ചെയ്യുന്നത്. സിദ്ധിയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് സിദ്ധിയെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പണി നടക്കുന്നത്. പിന്നെ മച്ചാൻ്റെ റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൈഡിൽ തണ്ടാടി കെട്ടിയിട്ടുണ്ട്. ഈ തണ്ടാടിയിൽ വന്ന് മീൻ അടിക്കുന്ന സമയത്ത് അവിടുന്ന് മച്ചാൻ വിളിച്ച് പറയും. അങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് മീനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. മച്ചന്മാരപ്പോൾ മീൻ അടിച്ചിട്ടുണ്ടെന്ന് ആരിസ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ ഉണ്ണി അങ്ങോട്ട് പോയി വെക്കണം കേട്ടോ. അവരവിടെ ഇറങ്ങിയിട്ടാ. എന്തോണ്ണിയാ മീന? ഓട്ടിക്കൂടെ കയറി ഉള്ളിൽ കയറിക്കുണ്ടാവും. മീൻ തന്നെയാണെന്നാണ് പറയണേ. ഇത് പറ്റിയാ അതൊക്കെ വെച്ച് ഒഴിവാക്കുന്നതാണല്ലോ. ഇത്രയും കൂടെ ഉള്ളൂ. അതല്ലേ ചവര നോക്കിട്ടാ. ഇത്രയും ചേറുണ്ട്. എൻ്റെ കാലിൻ്റെ ഏകദേശം ഈ ഒരു ഏറ്റില് വെള്ളമുണ്ട്. അരയുടെ അത്ര വെള്ളമാണ്. ഇവിടെ നിന്നുള്ള ഏകദേശം മുട്ടിന് താഴെ ചേറാണ്. മുട്ടിന് താഴെയല്ല, മുട്ടിന് മുകളിൽ ചേറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മീനെ കിട്ടുക പറഞ്ഞാൽ കുറച്ച് പാടാവും. ചിലപ്പോൾ എന്തായാലും നോക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരെ പോകണം എന്താ വെച്ചാൽ അവരവിടെ ഫുള്ള് ചണ്ടിക്ക് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. പീസാക്കിയിട്ടുണ്ട്. അത് നേരെ മേലേക്ക് കയറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്.
കൊടുക്കടാ അങ്ങനെ കിട്ടൂല. രണ്ടാളില്ലേ അരുവാകത്തിയുടെ ചെറിയ കഷ്ണം വിട്ടോ ഇവിടെ മുറിക്കണോടാ അതുകൊണ്ട് വാങ്ങിക്കോ. ഇത്രയും വെയിറ്റ് ഉണ്ടോ സാധനം? പിടിച്ചോ. ഞാൻ ഉണ്ടാക്കണ്ടില്ല. അതോ പോണടാ. ഞാൻ മോളുണ്ട് പതുക്കെ ഈ അണലിയും ചേറ്റുപാമ്പും ഏകദേശം ഒരേപോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മഞ്ഞ കളറിലുള്ള അണലിയാണ് ഇവിടെ സാധാരണ ഇവിടെ ധാരാളമായിട്ടുള്ളത്. അപ്പൊ ഒരു തപ്പിപ്പിടിക്കുന്നതിന്റെ ഇടയിൽ ഇത് മറ്റേ ചേറ്റുപാമ്പാണോ അണലിയാണോ എന്നൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ആ രീതിയിൽ ഒരു തപ്പിപ്പിടിക്കുന്ന സമയത്ത് ഇവർക്ക് കടി ഏൽക്കുന്നുണ്ട്. ഇതറിയാതെയാണ് പല ആൾക്കാർക്കും മരണം സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇവിടുള്ള ആൾക്കാരല്ല അത് അധികമായിട്ട് വരുന്നത്, പുറത്തുള്ളവർക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് അണലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഊർക്കലും മറ്റുള്ള പാമ്പുകളുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതലായിട്ടുള്ള സംഭവം ഈ അണലി തന്നെയാണ്. അണലി നമുക്ക് കാണാൻ കഴിയില്ല ഈ പുല്ലിന്റെ ഇടയിലും ഇതിലെ കൂടിയായിട്ട് പെട്ടിട്ട്. അതാണ് സത്യത്തില് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഏറാവേ. അച്ഛന്റെ കൗത്തിലാണ് വന്നിട്ട് അതാണ് ഒരു പിടിച്ചൊരു ഏറുണ്ട്, ആ ഏറും കിടാവും. മാപ്പ ഇത് ഞാൻ എങ്ങനെ ഇവിടുന്നാണ് കയറ്റിയാ അവിടുന്ന് കേട്ടടാ. ആ മറ്റേ പണ്ടാറുണ്ടാവും എന്നുള്ള പേടിയാണ്. ഞാനും അതൊക്കെ ഒരു കളറാണേ, അറിയില്ലേ. അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാ, അത്രയും ഭാഗം ക്ലീനാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുന്ന് അതുവരെയാണ്. അവിടെ ഒരു ഇളക്കം കണ്ടാണ് സ്മോൾ. അടിച്ചു. വാ. ചിലപ്പോ നടുവ് തന്നെ ഓട്ടർ അടിച്ചിട്ടില്ലേ? സാധനം ഉണ്ടായില്ലേ? സാധനം ഉണ്ട്. ഇവിടുന്ന് ആണ്ട് ഉജ്ജയാണല്ലേ, ഇങ്ങോട്ട് വരുന്നോ പൊളിക്കാണല്ലേ. സൈസ് ഒന്നുമില്ല, കണ്ണമ്പട്ടാണ്. ഒരു കാലിക്കുപ്പി ഇട്ടുണ്ടോ അവിടെ? കാലിക്കുപ്പിന്റെ അതിലിട്ടേ മുറ്റ നമ്മളെ വലക്കൊരു ഇളക്കം കാണാനല്ലോ. എവിടെ പോയടാ? ഞാനിതാ വന്നു. മൈക്കട ഈ തൃശ്ശൂര് എനിക്ക് വേണം. റെഡി? അതന്നെ അടി ഒന്നുകൂടി താങ്ങ്. പുറംകാരുടെ കലക്കിന്നില്ലേ ഇപ്പൊ ഒന്നാമതേ ഒത്തു പിടിച്ചു. ആ നിസ്സാരം. ആ
ഏതാ ഞാനൊന്ന് പേടിച്ചതാണ്. അതൊക്കെ മേത്തട്ടിണ്ടെങ്കിലേ കമ്പി കമ്പി എന്തിനും കമ്പി അടിക്കാനല്ലേ. ആരോട് ആരോട് ഞങ്ങൾക്കറിയില്ലല്ലോ ആരാ എന്താന്നൊന്നും. ഞമ്മക്കറിയില്ലല്ലോ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളാരാ എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം, അതൊക്കെ നമ്മൾ ചെയ്തുതരാം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളോടൊരു കാക്ക വന്നിട്ട് ചൂടായിട്ടാ. പക്ഷെ നിങ്ങള് വന്നിട്ടേ അതിനാ കന്നിന് ഞങ്ങളെ വെള്ളം കാട്ടിയേ ആരെങ്കിലും. അപ്പൊ സംഭവം എന്താ വെച്ചാല് കാക്ക ഞങ്ങളൊന്ന് വരട്ടാൻ നോക്കിയാണ്. പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞപ്പോഴേ കാക്ക പറഞ്ഞു അമ്മ നിങ്ങൾ പിടിച്ചോളൂ പറഞ്ഞു. കാരണം കാക്കാന്റെ പോത്തുകൾ ഒരുപാടുണ്ട് അവിടെ. വേനൽക്കാലാകുമ്പോൾ കാക്കാന്റെ പോത്തുകൾക്ക് വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു വെള്ളം അവിടെ നിന്ന് അധികം കിട്ടില്ല. ഞങ്ങളിവിടെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ കാക്കാന്റെ പോത്തുകൾക്കൊക്കെ ഒരുപാട് വെള്ളം കിട്ടും. അതുകൊണ്ട് തന്നെ കാക്ക വന്നിട്ട് എന്ത് സഹായമാണെങ്കിലും ചെയ്തു തരാന്ന് ഞങ്ങളോട് പറഞ്ഞു. അത് ശരി. ആ ആ 500 ഓലക്കും കിട്ടിയില്ല. 500 ഓലക്കും കിട്ടിയില്ല അറിയാം. മീൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവര് മീന് കുറച്ച് മുന്നേ നല്ല മീൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഉണ്ടാക്കിയെന്നൊരു പറയാൻ വയ്യ. പക്ഷെ നിങ്ങൾ മൊത്തം വിളിച്ചാൽ എന്നാലേ കണ്ണന്മാരെ കാണുന്നുണ്ട്. എന്താ പറയാ അത് ഇതാക്കുമ്പോ ഞാൻ ഇഷ്ടംപോലെ മീൻ കണ്ടു, കണ്ണന്മാരെ കണ്ടിരുന്നു. നിങ്ങൾ എന്നാലും വന്നൊക്കെ നമ്മളൊന്ന് പേടിപ്പിച്ച്. അവിടെ ലോക്കിട്ടിട്ട് ഇവിടെ വലിച്ചാൽ മതി എന്റെ അഭിപ്രായം. വല തള്ളും, അടി എപ്പോഴും കൊണ്ടുപോകാണ്ടേക്കാം. കുറച്ച് അവിടെ നിന്ന് ഒഴിവാണ്, കുറച്ചൊരു ഇത്ര ഇരിക്കലും ഒഴിവാണ്. എന്നാ പിന്നെ ഒരു ഡിസ്റ്റൻസ് കിട്ടി കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കിയാലും കുറച്ച് വീതി എന്നാലും ഇവിടുത്തെ ചണ്ടി വലിക്കാൻ പറ്റുള്ളൂ. അല്ല മീൻ അങ്ങോട്ടും അതാണ് മത്സ്യാലാ. വീതി കിട്ടിയില്ലെങ്കിൽ എന്താ പന്തെടുക്കുമ്പോ വല നമുക്ക് തള്ളി അടി പോകുന്നു. മച്ചാ എന്താണ് മടക്കൊക്കെ വേണ്ടി നമുക്ക് അവിടെ മടക്കേരി നോക്കാം എങ്ങനെ അതിനൊക്കെ പിടിക്കാ ടൈമുണ്ട്. ഇതിങ്ങനെ വലിച്ചോ വലിച്ച് ഉള്ളി കേറ്റ അത് കഴിഞ്ഞ് മനസ്സിലായില്ല. ഉണ്ണി ഇത് പോരാ, ഈ വോൾട്ടേജ് പോരാ. അത് ആയിരുന്നോട്ടെ. ഇപ്പൊ നമ്മൾ അടുത്ത തണ്ടാലിടാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട്. വലിച്ചോ 4 ലെയറാക്കി വലിയുമ്പോഴാണ് ഇങ്ങനെ വിടർന്ന് പോരുള്ളൂ. കോട്ടണ്ട ഇങ്ങനെ പോരുന്ന കട്ട് ചെയ്യാ, പകുതി കട്ട് ചെയ്യാ, ഇവിടെ കട്ട് ചെയ്ത് തരാം. എത്ര പുല്ലുകൾ നമുക്ക് വെട്ടാനുള്ളതാണ്. അടി പറഞ്ഞാല് എത്ര ബാങ്ക് നമുക്ക് കൊള്ളടിച്ചാൽ എത്ര പുല്ലുകൾ നമുക്ക് നേരാക്കാം. ആഴ്ച 2 കിലോ പെട്ടുമേടയിൽ കൊണ്ടുവന്ന് വെക്കല്ലേ. രണ്ടാളായപ്പോ പൊട്ടായ ഒരാളായപ്പോ കൂടെ താങ്ങണമെന്ന്. നമ്മൾ വല റെഡിയാക്കി കൊണ്ടിരിക്കട്ടെ. ഇത് നമ്മൾ അടുത്ത തണ്ടാടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു വല ഇട്ട് കഴിഞ്ഞു, രണ്ടാമത്തെ വലയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഇതെന്താ വെച്ചാൽ നമ്മൾ വലിയ നീളത്തിലുള്ളൊരു ചാലായതുകൊണ്ട് തന്നെ 2-3 ഭാഗമായിട്ട് തണ്ടാടി കൊടുക്കണം. തണ്ടാടി ഇട്ട് കൊടുത്തിട്ടില്ലാണെങ്കിൽ ഒക്കെ ഒന്ന് ഒഴിഞ്ഞു പോകും. അപ്പൊ നമുക്ക് ഇതിന് വെള്ളം ഒരിക്കലും വറ്റിക്കാനായിട്ട് പറ്റും. ഈ വല പിടിക്കും വേണം. അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്, നീണ്ടു കിടക്കുകയാണ്. വെള്ളം വറ്റിച്ചിട്ട് പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരാറുള്ള കുറേ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് നടക്കാനുണ്ട് മെയിൻ റോഡിൽ നിന്ന്, ഒരു വണ്ടിയൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇഞ്ചിനും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. ഇവിടെ നമുക്ക് വറ്റിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ 2 ഉടക്കുവല 2 ഗ്യാപ്പാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, 2 ഉടക്കുവല ഞങ്ങൾ 2 ഗ്യാപ്പാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിലിട്ടിട്ട് വലിയ വല ഇട്ടിട്ട് തപ്പാനുള്ള പ്ലാനാണ്. അപ്പൊ ആ വലയിൽ നമുക്ക് എത്ര പാമ്പുകളോ എന്തൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. ഇത് വളരെ വലിയൊരു വീഡിയോ ഞങ്ങൾ 2-3 പാർട്ടാക്കിയിട്ടാണ് ഇട്ടിരുന്നത്. എല്ലാ പാർട്ടിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റി. നിങ്ങൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യുക. ഇതിന്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫ്രം കരകടൻ വ്ളോഗേഴ്സ്.